ഇനി നമുക്ക് ഐ ഡ്രോപ്പർ ടൂളിനെ പരിചയപ്പെടാം. ടൂൾ ബോക്സിൽ വന്ന് ടൂൾ ആക്റ്റീവ് ആക്കുക, ഐ ഡ്രോപ്പർ. ഇവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായ കളർ ഈ ഇമേജിൽ നിന്നും പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കളറായിരിക്കും ഇവിടേക്ക് ആക്റ്റീവായി വരുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇതിന്റെ സാമ്പിൾ സൈസ്, അതായത് ഈ ഓപ്ഷൻ ബാറിൽ ഇവിടെ ഡിഫറെന്റ് സൈസിലുള്ള ആവറേജുകൾ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 101/101 ആവറേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കളറിൽ ചെറിയൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഞാനിവിടെ പെയിന്റ് ചെയ്യാണ്, ബ്രഷ് ടൂൾ എടുത്ത് പെയിന്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഐ ഡ്രോപ്പർ ടൂൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് 101 ഓപ്ഷനിൽ ആക്റ്റീവ് ആക്കുന്നു. ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബ്രഷ് എടുത്ത് ഇവിടെ പെയിന്റ് ചെയ്യുമ്പോൾ ഈ കളറുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ആവറേജിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് സാമ്പിൾ. കറന്റ് ലെയറിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ നിൽക്കുന്ന ലെയറിലെ കളർ മാത്രമേ നമുക്ക് സാമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ മറ്റൊരു ലെയർ ആക്റ്റീവ് ആക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ലെയർ 1ൽ കിടക്കുന്ന ഒബ്ജക്റ്റ് ഞാനിവിടെ, ഇതാണ് നമുക്ക് ലെയർ 1ൽ കിടക്കുന്ന ഒബ്ജക്റ്റ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്താൽ ഈ കളറല്ല വരുന്നത്, മറിച്ച് നമ്മൾ നിൽക്കുന്ന ലെയറിലെ കളർ ഇതിന്റെ പുറകിൽ കിടക്കുന്നത്, അതായത് ഇവിടെ ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിന്റെ പുറകിൽ കിടക്കുന്ന കളറാണ് ഇവിടെ പിക്ക് ചെയ്തിരിക്കുന്നത്. ഞാനത് അൺഡു ചെയ്യുന്നു, ഇത് ആക്റ്റീവ് ആക്കുക. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഐ ഡ്രോപ്പർ എടുക്കുന്നു. വീണ്ടും ഈ കറന്റ് ലെയർ എന്നുള്ളത് മാറ്റി നമുക്ക് ഓൾ ലെയേഴ്സ് എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലെയർ പ്രശ്നമല്ല, നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ കളറ് നമുക്ക് ഇവിടെ സെലക്ട് ആവുന്നതാണ്. അതുപോലെ ഫോർഗ്രൗണ്ടിൽ കളർ വരുന്നതാണ്. എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് കളർ മാറി വരുന്നതാണ്. പക്ഷേ ഈ ഓപ്ഷൻ നമ്മൾ കറന്റ് ലെയറാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലെയറിലെ കളർ മാത്രമായിരിക്കും അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. കറന്റ് ആൻഡ് ബിലോ, നമ്മൾ നിൽക്കുന്ന ലെയറും അതിന്റെ താഴെയുള്ള ലെയറിനെ മാത്രം സാമ്പിൾ എടുക്കുകയുള്ളൂ. അതുപോലെ ഓൾ ലെയേഴ്സ് നമ്മൾ പറഞ്ഞു, ഓൾ ലെയേഴ്സ് നോ അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാത്ത ലെയറുകൾ മാത്രം എടുക്കുന്നതാണ്. കറന്റ് ആൻഡ് ബിലോ നോ അഡ്ജസ്റ്റ്മെന്റ്, കറന്റ് അപ്പോൾ നിൽക്കുന്ന ലെയറും തൊട്ട് താഴെയുള്ളതും അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാത്തതുമായ ലെയറുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഇതാണ് ഇതിന്റെ സാമ്പിൾ ഓപ്ഷൻസ്. ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ഭാഗം ടൂളാണ് കളർ സാമ്പിളർ ടൂൾ. പല സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല ഏരിയകളിൽ നിന്നും കളർ സാമ്പിളുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇൻഫർമേഷൻ, നമുക്ക് അവിടെ എത്ര റെഡ് ഉണ്ട്, എത്ര ഗ്രീൻ ഉണ്ട്, എത്ര ബ്ലൂ ഉണ്ട് എന്നുള്ള കളർ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അത് 10 ടൈമിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 സാമ്പിളർ ഇവിടെ വന്നിട്ടുണ്ട്, ഇൻഫോ ആക്റ്റീവായി വരുന്നു. ഇവിടെ റെഡ് 254, ഗ്രീൻ 209, ബ്ലൂ 119. ഇനി അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെക്കൻഡ് റെഡ് 251, ഗ്രീൻ 206, ബ്ലൂ 118. ശരിക്കും നമ്മൾ നേരത്തെ ആവറേജിലുള്ള വ്യത്യാസമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ പോയിന്റ് സാമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വരച്ചപ്പോൾ കിട്ടിയ കളർ ഡെപ്തും കൂടാതെ 101 ആവറേജിൽ ക്ലിക്ക് ചെയ്ത് പെയിന്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഡെപ്തുമാണ് കണ്ടിരിക്കുന്നത്. അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നതാണ്. 01 അല്ലെങ്കിൽ ഫസ്റ്റ് കളർ സാമ്പിളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 254, 209, 119 RGB. അത് തന്നെ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നു. റെഡ് 251, ഗ്രീൻ 206, ബ്ലൂ 118. ഓരോ പോയിന്റ് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10 പ്രാവശ്യം സാമ്പിളറുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. 10 പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഡ് നോട്ട് കംപ്ലീറ്റ് ക്രിയേറ്റ് എ ന്യൂ സാമ്പിളർ ബിക്കോസ് ദി മാക്സിമം നമ്പർ ഓഫ് സാമ്പിൾ ഈസ് 10. ഓക്കെ. ഇനി ഈ സാമ്പിളറുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഏത് സാമ്പിളാണോ കളയേണ്ടത് അവിടെ വെച്ച് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിളർ പോകുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. എല്ലാ സാമ്പിളറുകളും കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ഓൾ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാ സാമ്പിളറുകളും ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതായി കാണാം. ഇനി അടുത്ത ടൂളാണ്, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൂളർ ടൂൾ. ഇത് നമുക്ക് ഡിസ്റ്റൻസ് എല്ലാം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ മൗസ് പോയിന്റർ വിടാതെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. 27.77. അതുപോലെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലേക്കാണ് ഇങ്ങനെ വലിക്കുന്നതെങ്കിൽ അതിന്റെ വിഡ്ത്ത്, ഈ ഡിസ്റ്റൻസിലുള്ള എത്രയാണ് അകലം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണിച്ചിരുന്നതാണ്. അങ്ങനെ ഡിഫറെന്റ് ആംഗിളുകൾ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ഹൈറ്റ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരെയുള്ള ഹൈറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഹൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് 31.26. നമ്മൾ ഇതിന്റെ വിഡ്ത്ത് അളന്നതിന് ശേഷം നമുക്കത് ക്ലിയർ ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ അടുത്ത വരയ്ക്കുമ്പോൾ ഇത് ക്ലിയർ ആവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ ബാറിൽ ക്ലിയർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത ടൂളാണ് നോട്ട് ടൂൾ.
നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ എന്തെങ്കിലും വർക്ക് ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈനിങ്ങിലേക്ക് ആഡ് ചെയ്യേണ്ട സംഗതികളെല്ലാം നമുക്ക് ഇവിടേക്ക് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പാലറ്റിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ പ്ലീസ് മെൻഷൻ ചുരിദാർ ഡീറ്റെയിൽസ് ഹിയർ ബ്രൗൺ കളർ. ഇത് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇതിനെ ചെയ്തു വയ്ക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇടയ്ക്ക് വെച്ച് വർക്ക് നിർത്തി മറ്റേതെങ്കിലും വർക്കിലേക്ക് എൻഗേജ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇനി അടുത്ത ദിവസം വന്ന് ചെയ്യേണ്ട വർക്കുകളാണ് എന്നുള്ളത് അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം നമുക്കുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കിത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് നോട്ട്, നമുക്ക് ഈ നോട്ട് ക്ലോസ് ആവുന്നതാണ്. വീണ്ടും ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ഓപ്പൺ ആവും. അതല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ നിങ്ങൾ യൂസ് ചെയ്യുക, ഓപ്പൺ നോട്ട്, റൈറ്റ് ബട്ടൺ, ക്ലോസ് നോട്ട്. ഇങ്ങനെ എത്ര നോട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു നോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതും വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് നോട്ട്, നമുക്ക് കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നോട്ട് പോകുന്നതാണ്. അതുപോലെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് നോട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ഓൾ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നോട്ട് ഉണ്ടെങ്കിലും അത് ഒറ്റയടിക്ക് തന്നെ എല്ലാം പോകുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ നമുക്ക് ഈ നോട്ട് പാനൽ ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ബാറിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ചെയ്യുകയും വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആക്റ്റീവ് ആയി വരികയും ചെയ്യുന്നതാണ്. അതുപോലെ നോട്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു യെല്ലോയിഷ് കളറാണ് ഇവിടെ കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് മറ്റൊരു കളർ എടുക്കുകയാണ്. നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ നോട്ടിൻ്റെ കളർ ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത് കാണാം. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നോട്ടിൻ്റെ കളർ മാറി വരുന്നതായി കാണാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഓൾ നോട്ട്സ്. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ടൂളാണ് കൗണ്ട് ടൂൾ. നമുക്ക് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകളെല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഷേപ്പുകളൊക്കെ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെയും നമുക്ക് കളർ ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കളറുകൾ ചൂസ് ചെയ്യുക. അതുപോലെ കൗണ്ടിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കൗണ്ട് ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഗ്രൂപ്പിനെ റീനെയിം ചെയ്യാൻ സാധിക്കും. കൂടാതെ അഡീഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു മറ്റൊരു ഗ്രൂപ്പ് 2 അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേര് ഇവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുത്താൽ ഇവിടെ കൗണ്ട് ഗ്രൂപ്പ് 2 എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ 1 2 3 എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ 8 കൗണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൗണ്ട് ഗ്രൂപ്പ് 1 എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഗ്രൂപ്പുകൾ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. 25 എണ്ണം ഉണ്ട്, അതിനകത്ത് 17 എണ്ണമാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൗണ്ട് ഗ്രൂപ്പ് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 25 എണ്ണത്തിൽ 8 എണ്ണം ഈ ഗ്രൂപ്പിലുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൗണ്ട് ഗ്രൂപ്പ് 2 ഇവിടെ ക്ലിയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ കൗണ്ടുകളും പോകുന്നതാണ്. അതുപോലെ റീനെയിം ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്താൽ നമുക്ക് റീനെയിം സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്നതായി കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും നമ്പർ വരുന്നത്, അത് ഈ ഗ്രൂപ്പിലായിരിക്കും. അടുത്ത ഗ്രൂപ്പ് കൗണ്ട് ഗ്രൂപ്പ് 1. ഇവിടെ നമുക്കിവിടെ അതിൻ്റെ ആക്ച്വൽ എത്ര ഉണ്ടെന്നുള്ള ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിയർ ചെയ്ത് കളയുന്നു. ക്ലിയർ ക്ലിക്ക് ചെയ്യുക, ക്ലിയർ. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ പഴയ ഡാമേജ്ഡ് ഫോട്ടോകൾ കറക്റ്റ് ചെയ്തെടുക്കാൻ അതല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഇവിടെ ടൂൾ ബോക്സിൽ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, കൂടാതെ ഹീലിംഗ് ബ്രഷ് ടൂൾ, പാച്ച് ടൂൾ, കണ്ടന്റ് അവെയർ മൂവ് ടൂൾ, റെഡ് ഐ ടൂൾ, ഇവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഞാൻ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ആക്റ്റീവ് ആക്കുന്നു. നമുക്ക് ഈ ഇമേജിൽ ആവശ്യമില്ലാത്ത സ്പോട്ടുകൾ അതല്ലെങ്കിൽ ഡോട്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് സൂം ചെയ്യുന്നു. കൺട്രോൾ സ്പേസ് ബാർ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ബ്രഷിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ കീബോർഡിൽ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് വലുതാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ചെറുതാക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിലാണ്. അല്ലെങ്കിൽ ബ്രഷ് സൈസ് ഇവിടെ നിന്ന് നമുക്ക് ചെറുതാക്കാം. ഹാർഡ്നെസ് ഇവിടെ കൂട്ടാവുന്നതാണ്. അതിൻ്റെ സ്പേസിങ് ഇതെല്ലാം നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ മോഡ് ഇപ്പോൾ റീപ്ലേസ് ആണ് കിടക്കുന്നത്. നമുക്ക് നോർമൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മോഡുകളുണ്ട്.
അതുപോലെ അതിൻ്റെ ടൈപ്പ് ഇതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഈ ഡോട്ടഡ് അല്ലെങ്കിൽ ലൈൻ സ്പേസിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് ആ ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സ്പോട്ടുകൾ ലൈൻസ് എല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് മൗസ് പോയിന്റർ വിടാതെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് സ്പോട്ടുകൾ കളയാൻ സാധിക്കുന്നതാണ്. ബ്രഷിന്റെ വലിപ്പം ചെറുതാക്കുക. ഇവിടെ ഇപ്പോൾ നോർമൽ മോഡാണ് കിടക്കുന്നത്. അപ്പോൾ ആ നോർമൽ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡിങ്സ് ഏകദേശം കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് മോഡ് കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അത് റീപ്ലേസ് ആവുന്നത് കാണാം. മോഡുകൾക്ക് ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വരുന്ന മോഡാണ് മൾട്ടിപ്ലൈ. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ആവശ്യാനുസരണം ഉപയോഗിക്കുക. കൂടാതെ സ്ക്രീൻ മോഡ് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വീണ്ടും നോർമൽ തന്നെ ആക്കിയിടുന്നു. അതുപോലെ തന്നെ ടൈപ്പ്, പ്രോക്സിമിറ്റി മാച്ച്, ക്രിയേറ്റ് ടെക്സ്ചർ, കണ്ടന്റ് അവെയർ. ഇപ്പോൾ നമ്മൾ കണ്ടന്റ് അവെയറിലാണ് നിൽക്കുന്നത്, നമുക്ക് ക്രിയേറ്റ് ടെക്സ്ചറാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ ബ്രഷിന്റെ വലിപ്പം കൂട്ടുന്നു. ഒരു ടെക്സ്ചറൈസ്ഡ് ബ്ലെൻഡിങ് ആയിരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സംഭവിക്കുന്നത്. അൺഡു. അതുപോലെ നമുക്ക് സാമ്പിൾ ഓൾ ലെയേഴ്സ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ലെയറിൽ നിന്നുകൊണ്ട് നമുക്കിത് ക്ലോൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്ലോണിങ് വരുന്നത് പുതിയ ലെയറിലായിരിക്കും. ഇവിടെ ടെക്സ്ചറാണ് കിടക്കുന്നത്, ഞാൻ കണ്ടന്റ് അവെയറിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലെയറിലാണ് നമ്മൾ ആ മാറ്റം വരുത്തിയിരിക്കുന്നത്. നമുക്കിത് ഓഫ് ചെയ്തും ഓൺ ചെയ്തും നോക്കാവുന്നതാണ്. ഈ സാമ്പിൾ ലെയർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ലെയറിലേക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കറണ്ട് ലെയറിലെ ഒബ്ജക്റ്റ് മാത്രമായിരിക്കും ക്ലോൺ ചെയ്യുന്നത്. ഇപ്പോൾ ലെയർ ഇവിടെ എംപ്റ്റി ആണ്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ക്ലോണിങ് നടക്കാത്തത്. ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ക്ലോണിങ് നടക്കുന്നതാണ്. ഞാനിത് റിവേർട്ട് ചെയ്യുന്നു, F12. ഇനി അടുത്ത ടൂളാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഇത് നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ഉപയോഗിക്കുന്ന പോലെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് ആവശ്യമായുള്ള ഏരിയ ഡിഫൈൻ ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനായി ഞാനിപ്പോൾ ടൂൾ എടുക്കുന്നു. നമുക്ക് ഏത് ഏരിയയാണോ ഇവിടേക്ക് ക്ലോൺ ചെയ്യേണ്ടത് അവിടെ കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് ഡിഫൈൻ ചെയ്യുക. ഇനി നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എവിടെ നിന്നാണോ നമ്മൾ പിക്ക് ചെയ്യുന്നത് ആ പോർഷൻ ഇതിന്റെ മീതെ ഇങ്ങനെ ഫില്ലായി വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് ക്ലോൺ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ കണ്ണിന്റെ പോർഷൻ ആൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ഏരിയ നമുക്ക് ക്ലോൺ ചെയ്ത് വരുന്നതാണ്. അൺഡു. ഇവിടെയും മോഡ് അവൈലബിൾ ആണ്. ഇപ്പം നോർമൽ മോഡിലാണ് നിൽക്കുന്നത്, നമ്മൾ റീപ്ലേസിലാണ് എടുക്കുന്നതെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇനി എടുക്കുമ്പോൾ അത് റീപ്ലേസ് ആയാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡിങ്സ് കുറവായിരിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിൻ്റെ സോഴ്സ് ഇപ്പോൾ സാമ്പിൾഡിലാണ് നിൽക്കുന്നത്, നമുക്ക് പാറ്റേൺസ് ഉപയോഗിച്ച് ക്ലോൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ പാറ്റേൺസ് ഇവിടെ ബോക്സ് ലഭ്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പാറ്റേണുകൾ ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പാറ്റേൺ ആയിരിക്കും അവിടെ ഫില്ലായി വരുന്നത്. അൺഡു ചെയ്യുന്നു. ഇനി അടുത്തൊരു ഓപ്ഷനാണ് അലൈൻഡ്. അലൈൻഡ് ഇപ്പോൾ ഇനാക്റ്റീവ് ആണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ക്ലോൺ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ ഞാനിവിടെ സാമ്പിളാക്കി മാറ്റുന്നു. ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ക്ലോൺ ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പൊസിഷൻ ഡിഫൈനിങ് പോയിന്റിൽ നിന്ന് മാറുന്നതല്ല. എപ്പോൾ ക്ലിക്ക് ചെയ്താലും
എങ്ങോട്ട് മാറ്റി ക്ലിക്ക് ചെയ്താലും ആ ഒരു പോയിന്റിൽ തന്നെയാണ് അത് ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അലൈൻഡ് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോൺ ചെയ്യുന്നു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പോർഷൻ ഇവിടെ വന്നു. അടുത്ത് ഞാൻ കുറച്ച് ഇറക്കി വെച്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആ പ്ലസ് സൈൻ ഇറങ്ങി പോകുന്നതായി കാണാൻ സാധിക്കും. അതായത് അവിടെ നിന്നായിരിക്കും അതിൻ്റെ ആ ക്ലോണിങ് നടക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഇതിൻ്റെ സാമ്പിൾസ്, കറണ്ട് ലെയർ, കറണ്ട് ആൻഡ് ബിലോ, ഓൾ ലെയേഴ്സ് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഐഡ്രോപ്പർ ടൂളെല്ലാം പഠിച്ചതാണ്. നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ കറണ്ട് ലെയറിലും അതുപോലെ കറണ്ട് ആൻഡ് ബിലോ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തത് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് മറ്റ് ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു പുതിയ ലെയർ ഉണ്ടാക്കുന്നു. നമുക്ക് അറിയുന്നതിന് വേണ്ടി ബ്രഷ് ടൂൾ എടുത്ത് ആ ലെയറിലേക്ക് ഞാൻ ബ്രഷ് എടുത്ത് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഹീലിംഗ് ബ്രഷ് ടൂളിലേക്ക് വന്ന് ആക്റ്റീവ് ആക്കിയാൽ നമ്മൾ കറണ്ട് ലെയറാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് റെഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടേക്ക് ആ റെഡ് കിട്ടുന്നതല്ല. ഇവിടെ നമ്മൾ ഓപ്ഷൻ മാറ്റിയിടുകയാണെങ്കിൽ ഞാനിപ്പോൾ കറണ്ട് ലെയർ എന്നുള്ളത് മാറ്റി ഓൾ ലെയേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ റെഡിൻ്റെ ക്ലോണിങ് ഇവിടെ വരുന്നതായി കാണാം. ഞാനത് റിവേർട്ട് ചെയ്യുന്നു. F12 കൺട്രോൾ മൈനസ്. ഇനി മറ്റൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ഇതിൻ്റെ ടോഗിൾ കീ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിവിധ ക്ലോൺ സോഴ്സുകൾ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ക്ലോൺ സോഴ്സിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ ഈ കണ്ണിൻ്റെ പോർഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അലൈൻഡ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം, കുറച്ചുകൂടി വ്യക്തമാവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോൺ സോഴ്സ് എപ്പോഴും ഈ കണ്ണിൻ്റെ പോർഷൻ ആയിരിക്കും. ഞാനിവിടെ അടുത്ത ക്ലോൺ സോഴ്സ് ആക്റ്റീവ് ആക്കുകയാണ്. ഇനി ഞാൻ ഈ ലിപ്പിൻ്റെ പോർഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്നത് ആ ലിപ്പിൻ്റെ പോർഷൻ ആയിരിക്കും. ആ പല്ല് ഉൾപ്പെടെയുള്ള പോർഷൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. നമ്മൾ മറിച്ച് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത ആ കണ്ണിൻ്റെ പോർഷൻ തന്നെയായിരിക്കും ക്ലോൺ ചെയ്ത് വരുന്നത്. ഇങ്ങനെ നമുക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ക്ലോൺ സോഴ്സുകൾ മാറ്റി എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഈ സോഴ്സിൻ്റെ എക്സും വൈ പൊസിഷനും നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും എക്സ് ആക്സിലേക്ക് ആ ക്ലോൺ സോഴ്സ് മാറിയിരിക്കുന്നതായി കാണാം. അതുപോലെ അതിൻ്റെ ഷോ ഓവർലേ ഈ ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് ആൾട്ട് ക്ലിക്ക് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ക്ലോൺ ചെയ്യുമ്പോൾ ആ ഒരു പ്രിവ്യൂ നമുക്ക് ബ്രഷിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഓവർലേ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ആ പ്രിവ്യൂ കാണിച്ചു തരുന്നതല്ല. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ക്ലിപ്പ്ഡ്. ഇവിടെ ഇത് ആക്റ്റീവ് ആണ്. ഞാനിവിടെ ഷോ ഓവർലേ ഇടുന്നു. അതിനുശേഷം ഇത് ഇനാക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ ഈ സോഴ്സ് ഇമേജ് വരുന്നതാണ്. ആൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടായിട്ട് ഇമേജ് ഇതുപോലെ മാറുന്നതാണ്. ഞാനിത് ആക്റ്റീവ് ആക്കുന്നു. അതുപോലെ ഷോ ഓവർലേ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ടോഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അത് ഹൈഡായി പോകുന്നതാണ്. കൺട്രോൾ 0. ഞാനിത് റിവേർട്ട് ചെയ്യുകയാണ്. F12. ഇനി അടുത്ത ടൂളാണ് പാച്ച് ടൂൾ. നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട ഏരിയയുടെ സർഫസ് കൂടുതലായി നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് സൂം ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഏരിയയാണ് ഇവിടേക്ക് ക്ലോൺ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് വിടാതെ ഇവിടെ വെച്ച് മൗസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്നൊരു ഓപ്ഷനാണ് ഇവിടെ ആക്റ്റീവ് ആയി കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്ന് ഇവിടേക്ക് ബ്ലെൻഡ് ആവുന്നതാണ്. ഞാൻ ഇവിടെ അൺഡു ചെയ്യുന്നു. നമുക്കിവിടെ സോഴ്സാണ് ആക്റ്റീവ് ആക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ക്രാച്ചുള്ള ഏരിയ ഇതുമാതിരി അല്ലെങ്കിൽ ഈ പ്രതലം പോലെ ഇവിടേക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് വിടാതെ നമുക്ക് ഇവിടെ കൊണ്ടതിന് ശേഷം മൗസ് റിലീസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഏരിയ ആയിരിക്കും ഇവിടേക്ക് ഫില്ലായി വരുന്നത്. അതുപോലെ ഇവിടെയും ഇതിൻ്റെ മോഡ് അവൈലബിൾ ആണ്. കണ്ടന്റ് അവെയർ സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജ് ബാക്ക്ഗ്രൗണ്ടുമായി കുറച്ചും കൂടി ബ്ലെൻഡിങ് നടത്തുന്ന ഒരു ഓപ്ഷനാണ് കണ്ടന്റ് അവെയർ. നമുക്ക് ഒന്നുകൂടി വ്യക്തം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ മാറ്റുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അതായത് ഇതിൻ്റെ ആ ഒബ്ജക്റ്റ്
ഈ ബാക്ക്ഗ്രൗണ്ടിലെ കളർ കുറച്ചും കൂടി കയറി വന്ന രീതിയിൽ ടോൺ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അഡാപ്റ്റേഷനിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. സ്ട്രക്ചർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള മാറ്റം ഇവിടെ ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ കളർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടുമായി കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ മാച്ചിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ ഡീസെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഡി. ഇനി നമ്മൾ കണ്ടന്റ് അവെയർ മാറ്റി നോർമൽ മോഡിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിവിടെ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്തു, ഇത് ഇങ്ങനെ സ്പ്രെഡായി വന്നിരിക്കുന്നതായി കാണാം. ഡീസെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഡി. അതുപോലെ ഇവിടെ ട്രാൻസ്പെറൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ആക്റ്റീവ് ആക്കിയാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കണ്ടു. അതുപോലെ ഒരു സെലക്ഷൻ മോഡ് ഇവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ന്യൂ സെലക്ഷൻ ഇനി സെലക്ട് ചെയ്യുമ്പോൾ പഴയ സെലക്ഷൻ പോയിട്ടാണ് ഇവിടെ സെലക്ഷൻ വരുന്നത്. നമ്മൾ ഈ ഓപ്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഏരിയ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ഇവരിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഓപ്ഷനിൽ നിൽക്കുന്നുണ്ടാണ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇതിനെ ആക്റ്റീവ് ആക്കുന്നു, കൺട്രോൾ ഡി. അതുപോലെ നമ്മൾ സെലക്ഷൻ എടുക്കുന്നത് ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. എടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് സെലക്ഷൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ന്യൂ സെലക്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സെലക്ഷൻ ഏരിയ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ ഏരിയ കൂടി വരുന്നതാണ്. ഇതിനോട് റിവേർട്ട് ചെയ്യുന്നു, F12. അതുപോലെ നമുക്ക് ഇവിടെയും പാറ്റേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, യൂസ് പാറ്റേൺ. നമ്മൾ പാറ്റേൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന പാറ്റേൺ ഇവിടേക്ക് ഫില്ല് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് ആവശ്യമായ പാറ്റേൺസ് ഈ സെലക്ട് ബോക്സിൽ നിന്നും ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. യൂസ് പാറ്റേൺ കൊടുത്താൽ ആ രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും ഇവിടെ ഫില്ല് ആവുന്നത്. ഞാനിവിടെ റിവേർട്ട് ചെയ്യുന്നു, F12. ഇങ്ങനെ നമുക്ക് ഈ ടൂളുകൾ വെച്ചുകൊണ്ട് ഈ ഒരു ഇമേജ് കറക്റ്റാക്കി നമുക്ക് റിവൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ടൂളാണ് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ. ഇതെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്, കൺട്രോൾ O, സെയിലിംഗ് ബോട്ട്സ്. ഇവിടെ നമുക്ക് ഈ ഒരു ഷിപ്പ്, സെയിലിംഗ് ഷിപ്പ് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അടുത്തേക്ക് ചേർത്ത് വയ്ക്കണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണിത്. ഇത് നമുക്കിവിടെ ഇതിൻ്റെ മോഡ് അവൈലബിൾ ആണ്, എക്സ്റ്റെൻഡ് മൂവ്. ഞാൻ മൂവ് ടൂൾ ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക, ഞാൻ അല്പം റെഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആൾട്ട് കീ പ്രസ് കൊണ്ട് ആവശ്യത്തിന് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ആൾട്ട് കീ കുറയ്ക്കുകയും ഷിഫ്റ്റ് കീ കൂട്ടുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് വിടാതെ ഇങ്ങോട്ട് മാറ്റിയാൽ ആ ഒബ്ജക്റ്റ് നമ്മുടെ ഈ ഷിപ്പിൻ്റെ അടുത്തേക്ക് മാറി വന്നിരിക്കുന്നത് കാണാം. ആ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായി റീഅറേഞ്ച് ചെയ്ത് വരുന്നതാണ്. ഡീസെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഡി. ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ അഡാപ്റ്റേഷൻ അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് സ്ട്രക്ചറും കളറും. കൂടാതെ ഇവിടെ മോഡ് നമുക്ക് എക്സ്റ്റെൻഡ് മോഡിലേക്ക് മാറ്റാവുന്നതാണ്. അതായത് ഒബ്ജക്റ്റിൻ്റെ വലിപ്പം, അതിൻ്റെ വിഡ്ത്തോ ഹൈറ്റോ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ മറ്റൊരു ഇമേജ് ആക്റ്റീവ് ആക്കുന്നു. നമുക്കിതിൻ്റെ ഈ വാതിലിൻ്റെ പോർഷൻ കുറച്ചും കൂടി വീതി കൂട്ടിയെടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണത്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, ഇനി ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ ഡയറക്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ കൺട്രോൾ ഡി, നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ കൂട്ടിയെടുക്കാനെല്ലാം സാധിക്കുന്നതാണ്. എളുപ്പമായ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെയും ഇതിന് സെലക്ഷൻ മോഡ് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു ടൂളാണ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെഡ് ഐ ടൂൾ. ഇത് നമുക്ക് റെഡ് ഐസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഇമേജ് ആക്റ്റീവ് ആക്കുന്നു, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആ റെഡ് റിമൂവ് ആവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റെഡ് ഐ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി പർപ്പിൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡാർക്കൻ എമൗണ്ട്, നമുക്ക് എത്ര ഡാർക്കനിലാണ് വരേണ്ടത് അതെല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ 0. ഇപ്പോൾ ഫോട്ടോ റീടച്ചിങ്ങിന് വേണ്ടി വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് വരും ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. നിങ്ങളിത് ശ്രമിച്ചു നോക്കുക. ഇനി നമുക്ക് കളർ റീപ്ലേസ്മെൻറ്റ് ടൂളിനെ കുറിച്ച് പഠിക്കാം.
അതൊരു ബ്രഷ് കാറ്റഗറിയിൽ വരുന്ന ടൂളാണ്. നമുക്ക് പാർഷ്യലായിട്ട് ഇമേജിൻ്റെ കളേഴ്സ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണത്. ഞാനിവിടെ ടൂൾ ആക്റ്റീവ് ആക്കുന്നു. അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ബ്രഷിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിൻ്റെ മോഡ്, അതുപോലെ ഇവിടെ അതിൻ്റെ സാമ്പിളിങ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഉണ്ട്. അത് നമ്മൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്ത് അതല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കളർ റീപ്ലേസ് ആവുന്നതാണ്. അൺഡു, ഇവിടെ ബ്ലാക്ക് കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ രൂപത്തിലേക്ക് ഇത് വരുന്നത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് മറ്റൊരു കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു റെഡിഷ് ടോണിലേക്കായിരിക്കും ഇത് വരുന്നത്. അതുപോലെ സാമ്പിളിംഗ് വൺസ്, ഇതാണ് നമ്മൾ ആക്റ്റീവ് ആക്കുന്നതെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ വരുന്ന ഭാഗത്തെ മാത്രം കളർ റിമൂവ് ആയി പോവുകയുള്ളൂ. ഇവിടെ ഈ ബ്ലൂ ഒന്നും ഇവിടെ നഷ്ടപ്പെടുന്നതല്ല. അൺഡു ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് സ്വാച്ച്. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന കളർ ഏതാണോ ആ കളർ വരുന്ന ഏരിയ മാത്രമായിരിക്കും റിമൂവ് ആയി പോകുന്നത്. ഞാനിവിടെ ആൾട്ട് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് കളർ പിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഈ കളർ വന്നിട്ടുണ്ട്. ഞാനത് ബാക്ക്ഗ്രൗണ്ടിലേക്കാക്കി മാറ്റുന്നു. ഇനി നമ്മൾ ബ്രഷ് വലുതാക്കി ഇവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ കളർ ഡെപ്ത് വരുന്ന അല്ലെങ്കിൽ ആ ടോൺ വരുന്ന സ്ഥലത്തെ കളർ മാത്രമായിരിക്കും റിമൂവ് ആയി പോകുന്നത്. ഇവിടേക്കൊന്നും നമുക്ക് ഒബ്ജക്റ്റിൻ്റെ കളർ നഷ്ടപ്പെടുന്നതല്ല. അൺഡു. അതുപോലെ ഡിസ്കോണ്ടിഗസും കോണ്ടിഗസുമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടോളറൻസ് നമുക്കിവിടെ കുറച്ചിട്ട് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടായിരിക്കും അത്, ഞാനിവിടെ കണ്ടിന്യൂസ് ആക്റ്റീവ് ആക്കുന്നു. വളരെ ലൈറ്റായിട്ടായിരിക്കും അത് ടോളറൻസിലേക്ക് നമുക്കിവിടെ നഷ്ടപ്പെടുന്നത്. അൺഡു. ടോളറൻസ് 30. ഞാനിവിടെ ഇമേജിൻ്റെ ഈ ഓർണമെൻറ്റ്സ് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ കളർ ചേഞ്ച് ചെയ്യുക, ബ്ലാക്ക്. ഞാനിവിടെ കണ്ടിന്യൂസ് സാമ്പിളിംഗ് എടുക്കുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പെയിൻറ്റ് ചെയ്യുക. സൂം ചെയ്യുക. ഞാനിവിടെ ഈ സാമ്പിളിംഗ് വൺസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രഷ് ആവശ്യ സ്ഥലങ്ങളിൽ ചെറുതാക്കുക. സാമ്പിളിംഗ് വൺസ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരു കളറിലേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നതല്ല. ആവശ്യമായ സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ് സാമ്പിളിംഗ് എടുക്കുക. ഇതുപോലെ നമുക്ക് റീപ്ലേസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോമ്പിനേഷനിലേക്ക് ഇമേജ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായി ഇതിനകത്ത് വരുന്ന മറ്റൊരു ടൂളാണ് മിക്സർ ബ്രഷ് ടൂൾ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഇവിടെ ഞാൻ മറ്റൊരു പടം ആക്റ്റീവ് ആക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ സൈസ്, അതിൻ്റെ ഹാർഡ്നെസ് എല്ലാം സെറ്റ് ചെയ്യാം. ഞാനിത് അല്പം വലുതാക്കുന്നു. ഒരു പുതിയ ലെയർ ഉണ്ടാക്കുക. അതിനുശേഷം സാമ്പിൾ ഓൾ ലെയേഴ്സ് ആക്റ്റീവ് ആക്കി വയ്ക്കുക. നമുക്കൊരു പെയിൻറ്റിങ് എഫക്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാട്ടർ പെയിൻറ് പോലെയുള്ള രീതിയിലേക്ക് നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കസ്റ്റം ഷേപ്പിലാണ് നമുക്ക് കിടക്കുന്നത്. അതിൻ്റെ വെറ്റ് 50%, ലോഡ് 50%, മിക്സ് 92% എന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്കത് കസ്റ്റം ഷേപ്പിലേക്ക് മാറുന്നതാണ്. ഞാനിവിടെ ഡ്രൈ ആണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കായി ഇവിടെ റീഅറേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. ഒരു ഡ്രൈ, ലൈറ്റ് ലോഡ്, മോയിസ്റ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വെറ്റ് ലൈറ്റ് മിക്സ് ആണ് ആക്റ്റീവ് ആക്കുന്നത്.
അതുപോലെ ഇതിൻ്റെ ബ്രഷ് നമുക്ക് ആവശ്യാനുസരണം ചൂസ് ചെയ്യാവുന്നതാണ്. എടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, വലിപ്പം കൂട്ടുക, അതുപോലെ നമുക്കൊരു പെയിൻറ്റിങ് എഫക്റ്റ് പോലെ ഇതുപോലെ നമുക്കൊരു വാട്ടർ പെയിൻറ് പോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് ക്ലീൻ ദി ബ്രഷ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക്, ബ്രഷ് ക്ലീൻ ചെയ്ത് വരിക. ഇത് നമ്മൾ ആക്റ്റീവ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമുക്ക് വരുന്നത് ഇതുപോലെ ഓരോ സ്ട്രോക്കിന് ശേഷവും ക്ലീൻ ചെയ്തായിരിക്കും വരുന്നത്. ഞാനിവിടെ ഇത് ഇനാക്റ്റീവ് ആക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും വരുന്നത്. അൺഡു ചെയ്യുന്നു. അതുപോലെ ലോഡ് ദി ബ്രഷ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക്, ഇത് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഇനാക്റ്റീവ് ആക്കുന്നു. ഈ രീതിയിലുള്ള ഒരു കളർ ചേഞ്ചസ് അവിടെ വരുന്നതാണ്. അൺഡു ചെയ്യുന്നു, കൺട്രോൾ ആൾട്ട് സെറ്റ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് സോളിഡ് കളേഴ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് കൊടുത്താൽ ഈ ഒരു കളർ ടോണിലായിരിക്കും നമുക്ക് ആ മിക്സ്ചർ സംഭവിക്കുന്നത്. അൺഡു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഈ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മിക്സ്ചറിങ്ങിൻ്റെ ആ ഡെപ്ത് ഈ ഒരു അളവിലായിരിക്കും. ഞാനിവിടെ ഇത് കൂട്ടിയിട്ട് നമുക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടി വരുന്നതാണ്. അൺഡു. ഇങ്ങനെ മനോഹരമായ രീതിയിൽ നമുക്കൊരു വാട്ടർ പെയിൻറ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പുതിയതായി ഉണ്ടാക്കിയ ലെയർ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പിക്ചർ കിട്ടുന്നതാണ്. ഈ രീതിയിലുള്ളൊരു പെയിൻറ്റിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ്ചർ ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബ്രഷിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ബ്രഷ് ടിപ്പ് ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ബ്രഷിൻ്റെ ബ്രിസിൽസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലെങ്ത്ത്, തിക്നെസ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആംഗിള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഇതിൻ്റെ സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാതിരിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് കോൺട്രാക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടൂളാണ് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ. ഇത് നേരത്തെ പഠിച്ച ഹീലിംഗ് ബ്രഷ് ടൂളിനോട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു ടൂളാണ്. നമുക്ക് ഫോട്ടോ റിസ്റ്റോറേഷൻ, റിവൈവിങ്, അതുപോലെ ഫോട്ടോ സോഫ്റ്റ് ആക്കുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഹീലിംഗ് ബ്രഷ് ടൂളിനെ അപേക്ഷിച്ച് ഇതിനെ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ടൂൾ എടുക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം 100 ആണ്. നമുക്ക് ആവശ്യാനുസരണം ഇത് ക്രമീകരിക്കാവുന്നതാണ്. നമുക്ക് ഒരു ഇമേജിൽ നിന്നും ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ഡാമേജ് വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലോൺ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനെല്ലാം ഈ ടൂൾ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഈ ഒരു ബലൂൺ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിനായി ഇവിടെ ഇതിൻ്റെ സാമ്പിൾ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ ലെയേഴ്സ് ആക്റ്റീവ് ആക്കുക. ഞാൻ ഒരു പുതിയ ലെയർ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഈ ബലൂൺ ഇരിക്കുന്ന പോർഷനിലേക്ക് ഇതിന് തൊട്ട് അടുത്തുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലോൺ ചെയ്ത് ഇവിടേക്ക് വരുത്തുകയാണെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് എടുത്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇല്ലാത്ത രീതിയിൽ ബാക്ക്ഗ്രൗണ്ടുമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നമ്മൾ കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഐക്കൺ ഇങ്ങനെ ഒരു 2 സർക്കിൾ പോലെ ഒരു ക്രോസ് പോലെയൊക്കെ വരുന്നതാണ്. ആൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ സറൗണ്ടിങ്സിൽ നിന്നും എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ മീതെ വെക്കാനായിട്ട് പോകുന്നത്. ആൾട്ട് കീ
ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മീതയിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ക്ലോൺ ചെയ്ത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ഇതിൻ്റെ ലൈറ്റ്നെസ് ഇച്ചിരി ഒരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒപ്പാസിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലോൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ആൾട്ട് കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ഒപ്പാസിറ്റി 100 ആക്കി ഇടുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടേക്ക് ക്ലോൺ ചെയ്യുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതായി കാണാം. നമുക്കിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അലൈൻഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ആക്റ്റീവ് ആണെങ്കിൽ എവിടെയാണോ ക്ലോൺ ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് മാറുന്ന മുറയ്ക്ക് ആ ഒരു ക്ലോണിങ് ഏരിയയും നമ്മോടൊപ്പം തന്നെ അത് മാറി വരുന്നതായി കാണാൻ സാധിക്കും. ഞാനിത് അൺഡു ചെയ്യുന്നു. ഇത് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആൾട്ട് പിടിച്ച് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഏത് സമയവും നമുക്ക് അവിടെ നിന്ന് തന്നെയായിരിക്കും അതിൻ്റെ ക്ലോണിങ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സോഴ്സ് പാനലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സോഴ്സുകൾ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സോഴ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെയായിരിക്കും എപ്പോഴും ഇത് വരുന്നത്. അടുത്തൊരു ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് ക്ലോൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഇതെടുത്തുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരികയും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബട്ടർഫ്ലൈ വീണ്ടും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് സോഴ്സുകൾ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ക്ലോൺ ചെയ്യുന്ന ഒബ്ജക്റ്റ് നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടലെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ആക്റ്റീവ് ആക്കി വയ്ക്കുന്നു, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. ഇനി നമ്മൾ ക്ലോൺ ചെയ്യുമ്പോൾ ആൾട്ട് കീ പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ക്ലോൺ ചെയ്യുകയാണെങ്കിൽ അത് നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഹൊറിസോണ്ടലിയായും വെർട്ടിക്കലായും വരുന്നതായി കാണാം. അതുപോലെ നമ്മൾ ക്ലോൺ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ പ്രിവ്യൂ കാണണമെങ്കിൽ നമ്മൾ ഷോ ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് വരുന്നത് നേരത്തെ തന്നെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ക്ലോൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ഈ പ്രിവ്യൂവിൻ്റെ അല്ലെങ്കിൽ ഓവർലേയുടെ ഒപ്പാസിറ്റി നമുക്ക് കുറച്ച് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 100%ലാണ് പ്രിവ്യൂ വരുന്നത്. ഞാനിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിവ്യൂവിൻ്റെ ഡെപ്ത് കുറഞ്ഞു വരുന്നതായി കാണാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാമാണ് നമുക്ക് ക്ലോൺ സ്റ്റാമ്പിൽ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ടൂളാണ് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ. അത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിത് കോൺട്രാക്ട് ചെയ്യുന്നു. നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഒരു ഇമേജിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ആക്റ്റീവ് ആക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഓപ്ഷൻ ബാറിൽ നിന്നും ഇവിടെ ഡിഫറെൻറ്റ് പാറ്റേൺസ് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള പാറ്റേൺസ് എടുക്കുക. ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ബ്രഷിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പാറ്റേൺസ് ബാക്ക്ഗ്രൗണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെ പാറ്റേൺ എടുത്ത് പെയിൻറ് ചെയ്താൽ മതിയാവും. അണ്ടു. അതുപോലെ അതിൻ്റെ മൂഡ് മാറ്റി നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബിഹൈൻഡ് പിറകിലേക്കായിരിക്കും അതിൻ്റെ പാറ്റേൺ ഫില്ലായി വരുന്നത്. കൺട്രോൾ ആൾട്ട് സെറ്റ്. അങ്ങനെ ഡിഫറെൻറ്റ് മൂഡുകൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ രീതിയിലെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ നോർമലാക്കി ഇടുന്നു. ഇനി വളരെ കുറഞ്ഞ ഒരു സ്ട്രെങ്ത്തിലായിരിക്കും ആ പാറ്റേൺ അവിടെ ഫില്ലാവുന്നത്. ഞാനിവിടെ ഒപ്പാസിറ്റി 100 തന്നെ ആക്കി ഇടുന്നു. നമുക്ക് ഇവിടെ അൺഡു ചെയ്യാം. അതുപോലെ ഇംപ്രഷനിസ്റ്റ് ഇത് നമ്മൾ ആക്റ്റീവ് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരമായിരിക്കും അതിൻ്റെ ആ ഒരു പാറ്റേൺ ലഭിക്കുന്നത്. അൺഡു ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ആവശ്യമുള്ള പാറ്റേണുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ ഓ. ഈ ഒരു ലേഡിയെ വെച്ചിട്ട് നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് എന്ന മെനുവിൽ ചെല്ലുക. അതിനുശേഷം ഡിഫൈൻ പാറ്റേൺ എന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്കതിന് പേര് വേണമെങ്കിൽ നൽകാൻ കഴിയുന്നതാണ്. ഓക്കെ. നമ്മുടെ ടാർഗറ്റ് ഇമേജിലേക്ക് വന്നതിന് ശേഷം പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ആക്റ്റീവ് ആക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരു പുതിയ ലെയർ ഉണ്ടാക്കുന്നു. ഇവിടെ ഇംപ്രഷനിസ്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇമേജ് മൊത്തത്തിൽ ഈ ഒരു പാറ്റേൺ ഫില്ലായി വരുന്നത് കാണാം. ഇതുപോലൊരു പേജിൽ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ആവശ്യമുള്ള സമയത്തൊക്കെ ഒരു പാറ്റേൺ ഉണ്ടാക്കി ഇങ്ങനെ ഫില്ല് ചെയ്താൽ നമുക്ക് എളുപ്പം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ അലൈൻഡ് എന്നൊരു ഓപ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു ലെയറിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് കംപ്ലീറ്റ് ആയി ഇങ്ങനെ പാറ്റേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത്
ഇങ്ങനെ പെയിന്റ് ചെയ്യണമെങ്കിൽ ആ പാറ്റേൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതിന് ചേഞ്ചസ് വരുത്താവുന്നതാണ്.